2017 സംഭവം. എറണാകുളം, പാലക്കാട്, കോഴിക്കോട് റൂട്ടിൽ ദീർഘകാലമായി ലോറിയോടിക്കുന്ന ബാലൻ എന്ന 42 വയസ്സുള്ള ഡ്രൈവറുടെ യഥാർത്ഥ അനുഭവമാണിത്. 18 വർഷത്തിലധികം ലോറിയോടിക്കുന്ന അദ്ദേഹം രാത്രിയാത്രകൾക്ക് പേരുകേട്ടയാളായിരുന്നു. എന്നാൽ ആ ദിവസത്തിനു ശേഷം അദ്ദേഹം ആ റൂട്ട് ഒഴിവാക്കി മറ്റൊരു വഴി തിരഞ്ഞെടുക്കുകയുണ്ടായി. ആ ദിവസം രാത്രി 11:30 കോയമ്പത്തൂരിൽ നിന്ന് കോഴിക്കോടേക്കുള്ള ലോഡുമായി ബാലൻ ലോറി സ്റ്റാർട്ട് ചെയ്തു. നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. റോഡ് നനഞ്ഞ് ചുറ്റുമുള്ള മലകളും മരങ്ങളും ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നു. ലോറിയുടെ ഹെഡ്ലൈറ്റുകൾ മാത്രമാണ് റോഡിനെ വെട്ടിപ്പിളർത്തിയത്. റേഡിയോയിൽ പഴയ സിനിമാ ഗാനങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. പാലക്കാട് ജില്ലയിലെ ഒരു നീണ്ട നേരെയുള്ള റോഡ് സെക്ഷനിൽ എത്തിയപ്പോൾ റോഡിനരികിൽ ഒരു മനുഷ്യൻ കൈ ഉയർത്തി നിൽക്കുന്നു. വെള്ള ഷർട്ടും ലുങ്കിയുമായിരുന്നു വേഷം. മഴയിൽ നനഞ്ഞ് നിന്ന അയാളുടെ മുഖം അത്ര വ്യക്തമായി കാണാൻ പറ്റുന്നില്ല. സാധാരണയായി രാത്രിയിൽ ലിഫ്റ്റ് കൊടുക്കാത്ത ബാലൻ ആ മനുഷ്യൻ്റെ മുഖത്തെ അപേക്ഷയും ക്ഷീണവും കണ്ട് ലോറി സ്ലോ ചെയ്തു നിർത്തി. "സർ, അടുത്ത ടൗൺ വരെ വല്ലാതെ വൈകിപ്പോയി," അയാൾ തണുത്ത ശബ്ദത്തിൽ ചോദിച്ചു. ബാലൻ വാതിൽ തുറന്നു കൊടുത്തു. അയാൾ കയറിയിരുന്നു. ലോറി വീണ്ടും മുന്നോട്ടു പോയി. ക്യാബിനുള്ളിൽ ഒരു തണുത്ത കാറ്റ് വീശുന്നതുപോലെ ബാലന് തോന്നി. പക്ഷേ മഴയാണല്ലോ എന്ന് സ്വയം സമാധാനിച്ചു. ആദ്യം കുറച്ച് നിശബ്ദത, പിന്നെ അയാൾ തന്നെ സംസാരം തുടങ്ങി. "ഈ റോഡിൽ ഞാൻ എത്രയോ തവണ വന്നിട്ടുണ്ട് സാർ. പക്ഷേ ഇന്നൊന്നും തോന്നുന്നില്ല. എല്ലാം മാറിപ്പോയ പോലെ." "എന്ത് ജോലിയാണ്?" ബാലൻ ചോദിച്ചു. "ലോറി ഡ്രൈവർ തന്നെ, പഴയ ഡ്രൈവർ," അയാൾ മറുപടി പറഞ്ഞു. അയാൾ ഒരു സിഗരറ്റ് ചോദിച്ചു. ബാലൻ പാക്കറ്റ് നീട്ടി. അയാൾ തീ കൊളുത്തിയപ്പോൾ ബാലന് ഒരു വിചിത്രത തോന്നി. തീപ്പൊരി അയാളുടെ മുഖത്തേക്ക് വീണിട്ടും അയാൾ കണ്ണുമിഴിക്കുന്നില്ല. കൂടാതെ പുകയുടെ മണം അത്ര തീവ്രമല്ല. കുറച്ച് കിലോമീറ്ററുകൾ കഴിഞ്ഞപ്പോൾ അയാൾ പെട്ടെന്ന് ചോദിച്ചു, "സാർ, 2014 ഈ റോഡിൽ ഒരു വലിയ ലോറി അപകടം നടന്നതറിയാമോ?" ബാലന് ഓർമ്മ വന്നു. അതെ, ഒരു ലോറി ഡ്രൈവർ ഉറങ്ങിപ്പോയി മറ്റൊരു വലിയ വാഹനവുമായി കൂട്ടിയിടിച്ച് മരിച്ചിരുന്നു. പേര് മണി. അന്ന് റോഡിൽ വലിയ തിരക്കുണ്ടായിരുന്നു. ബാലൻ തലയാട്ടി. അപ്പോൾ അയാൾ തണുത്ത ശബ്ദത്തിൽ പറഞ്ഞു, "ആ ഡ്രൈവർ ഞാനാണ് സാർ, മണി. ഇന്നും ഈ റോഡിൽ എനിക്ക് വീട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. എല്ലാ ദിവസവും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു, പക്ഷേ വീട്ടിലെത്താൻ പറ്റുന്നില്ല." ബാലൻ്റെ ഹൃദയമിടിപ്പ് വേഗമായി. കൈകൾ വിറച്ചു. അദ്ദേഹം ധൈര്യം സംഭരിച്ചു ചോദിച്ചു, നീ ആരാണ്?" അയാൾ ചിരിച്ചു. ആ ചിരി ലോറിയുടെ ഉള്ളിൽ പ്രതിധ്വനിച്ചു. പെട്ടെന്ന് ലോറിയുടെ എൻജിൻ ഒരു തവണ കുലുങ്ങി. ബാലൻ റോഡിനരികിൽ ലോറി നിർത്തി. വേഗം വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. ക്യാബിനിൽ ആരുമില്ലായിരുന്നു. സീറ്റ് ഇപ്പോഴും ചൂടോടെ തന്നെ കിടക്കുന്നു. സിഗരറ്റിൻ്റെ അവശേഷിപ്പ് ആഷ്ട്രേയിൽ കത്തിക്കൊണ്ടിരിക്കുന്നു. പുകയുടെ മണം അപ്പോഴും ഉണ്ടായിരുന്നു. ബാലൻ വീട്ടിലെത്തിയപ്പോൾ മുഖം വിളറി വെളുത്തിരുന്നു. ഭാര്യയോടും സുഹൃത്തുക്കളോടും കാര്യം പറഞ്ഞു. പിറ്റേന്ന് അടുത്തുള്ള ടീ ഷോപ്പിൽ പഴയ ലോറി ഡ്രൈവർമാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, "മണി എന്ന ഡ്രൈവർ ഇപ്പോഴും ആ റോഡിൽ ലിഫ്റ്റ് ചോദിക്കാറുണ്ട്. അവന് വീട്ടിലെത്താൻ പറ്റുന്നില്ല. അവൻ യാത്രക്കാരെ ഒരിക്കലും ഉപദ്രവിക്കാറില്ല. പക്ഷേ ലോറി നിർത്തി ഇറങ്ങിയാൽ മാത്രം അവൻ മറയും. ചിലർ അവനോട് 'സുഖമായി പോ മണി' എന്ന് മനസ്സിൽ പറഞ്ഞാൽ അവൻ സമാധാനത്തോടെ പോകുമെന്നാണ് പറയുന്നത്." ആ ദിവസത്തിനു ശേഷം ബാലൻ ആ റൂട്ട് പൂർണ്ണമായും ഒഴിവാക്കി. ഇപ്പോഴും ചിലപ്പോൾ രാത്രിയിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ റിയർ വ്യൂ മിററിൽ ഒരു വെള്ള ഷർട്ട് ധരിച്ച ഫിഗർ കാണുമ്പോൾ അദ്ദേഹം മനസ്സിൽ പറയാറുണ്ട്, "മണി, സുഖമായി പോ, വീട്ടിലെത്താൻ സാധിക്കട്ടെ."